കുറുപ്പുംപടി ഏരിയയിൽ വാഹനങ്ങളുടെ ബാറ്ററി വയർ മോഷ്ടിക്കുന്നത് പതിവാകുന്നു. വാഹന ഉടമകൾ കുറുപ്പുംപടി സ്റ്റേഷനിൽ പരാതി നൽകി. കുറുപ്പംപടി പ്രദേശത്ത് വാഹനങ്ങളുടെ ബാറ്ററി വയറുകൾ മോഷ്ടിക്കുന്നത് പതിവാകുന്നതായി പരാതി. ആബേൽ ടൂറിസ്റ്റ് ബസിന്റെ ബാറ്ററി വയറാണ് ഈ തവണ മോഷണം പോയത്. ഇരവിച്ചിറ ക്ഷേത്രത്തിന്റെ സമീപത്തെ പറമ്പിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഞായറാഴ്ച രാവിലെ ഡ്രൈവർ എത്തി വാഹനം സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. രാത്രികാലങ്ങളിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററിയുമായി ബന്ധപ്പെട്ട വിലപിടിപ്പുള്ള വയറുകൾ മോഷണം പോകുന്നത് പതിവാകുന്നുവെന്നാണ് വാഹന ഉടമയും ജീവനക്കാരും പറയുന്നത്. അല്ല, ഞങ്ങൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വന്നാൽ അപ്പോൾ 3 മണിക്ക് വൈകിട്ടാണ് ഓട്ടം. അപ്പോൾ വണ്ടികൾ നേരത്തെ സെറ്റ് ചെയ്തിടും. അപ്പോൾ അതിനുവേണ്ടി ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ വയറ് കട്ട് ചെയ്തിരിക്കുകയാണ്. അടിയിൽ നിന്ന് ബാറ്ററി ബോക്സിൽ നിന്നല്ല, ബോക്സിൻ്റെ താഴത്തുനിന്ന് കട്ട് ചെയ്ത് 2 തലയിൽ നിന്ന് കട്ട് ചെയ്ത് കോപ്പർ കട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. അതാണ് സംഭവം. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഞങ്ങൾ ആബേൽ ഗോൾഡിനെ സംബന്ധിച്ച് വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ള 1-2 വണ്ടി ഉള്ളവരൊക്കെ എന്താ ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടായി പോകും. ഞങ്ങളെ സംബന്ധിച്ച് വണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഞങ്ങൾക്ക് എപ്പോഴും 1-2 വണ്ടി സ്പെയർ ഉണ്ടാവും. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി മാറ്റി കൊടുക്കാൻ പറ്റി. അതാണ് സംഭവിച്ചത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ. നമുക്കിവിടെ അടുത്ത് അറിയപ്പെടുന്ന കുറച്ച് വണ്ടിക്കാരുടെ വണ്ടിയിൽ നിന്ന് ഇതേ സാധനം തന്നെ മോഷണം പോയിട്ടുണ്ട് 2 മാസം മുന്നേ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഒരാളെ വിളിച്ച് ഓട്ടം വിട്ട് കഴിയുമ്പോൾ ഓട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ എത്തിയില്ലെങ്കിൽ അവർക്ക് മോശം, നമുക്ക് മോശം. അപ്പോൾ ഇത് കുറച്ച് നാളുകളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് അറിയാവുന്ന കുറച്ച് വണ്ടികളുടെ ഇതേ സാധനം തന്നെ മോഷണം പോയിട്ടുണ്ട്. ഇത് അറിയാവുന്ന എല്ലാവരും ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു മേൽനോട്ടം ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ വണ്ടി നമുക്കിവിടെ കൊണ്ടുവന്ന് നമുക്ക് സേഫായിട്ട് സ്ഥലത്താണ് നമ്മൾ ഇടുന്നത്. പക്ഷേ ഇങ്ങനെ മോഷണം പോവുകയാണെങ്കിൽ ഇതൊരു ഇനിയും ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ ഈ സാധനം നമുക്ക് ശരിയാക്കണമെങ്കിൽ തന്നെ ചിലവുണ്ട്, നല്ല പൈസയാവും ഈ സാധനത്തിന്. ഇനിയിപ്പോൾ നമ്മൾ ഷോറൂമിൽ ഡയറക്റ്റ് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ഫുള്ള് വയറിംഗ് കിറ്റ് മാറ്റി പുതിയ വയറിംഗ് കിറ്റ് ഇടണമെങ്കിൽ തന്നെ നല്ല പൈസ വരും. ഒരു എങ്ങനെയാലും 25,000 പണി മേളിൽ ഈ സാധനത്തിന് വരും. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പൈസ ചിലവ് മാത്രമേ ഉള്ളൂ. ഈ സംഭവം പ്രസ്ഥാനം ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നല്ല പാടുണ്ട്. അതങ്ങനെ ആരും ഇതിനെങ്ങനെ എല്ലാവരും വെറുതെ തട്ടിക്കളിച്ചിട്ട് പോരാ. അപ്പോൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പൈസ ചിലവുണ്ട്. നമ്മൾ ഈ ഒരു കിട്ടുന്ന ഓട്ടത്തിന് 1,500 രൂപയൊക്കെ നമുക്ക് ലാഭം കിട്ടണം. 2,000 ലാഭം കിട്ടിയാൽ കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചിലവ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരാളെങ്കിലും ഇതിൽ മേൽനോട്ടം നയിച്ച് ഒരു പെട്രോളിങ് കൂട്ടുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇനി ഇങ്ങനെ ഒരു പുറകെ തന്നെ കുറേ ആൾക്കാരുണ്ടോ എന്ന് അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും നമുക്ക്. തൊട്ടടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് 25,000 രൂപയോളം വില വരുന്ന കമ്പി, വയർ എന്നിവയും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം പോയി. തുടർച്ചയായി മോഷണം നടക്കുന്നതിൽ ആശങ്കയിലായ വാഹന ഉടമകൾ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പ്രദേശത്ത് രാത്രികാല പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും മോഷണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും വാഹന ഉടമകൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.